ഇന്നലെയാണ് എൻ്റെ സ്വന്തം കൂട്ടുകാരനായ സിംഗുവിനെ കാണാൻ പോയതാണ്. കൊച്ചു ടി വിയിലെ സിംഗു ആണ്. ഇന്നലെ തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഡേ ആയിരുന്നു. കാരണം ഇന്നലെ ഞാൻ സിംഗുവിൻ്റെ മുന്നിൽ നിന്ന് ഭരതനാട്യം കാണിച്ചു കൊടുത്തിരുന്നു. അപ്പം നമുക്ക് എന്താണ് എനിക്ക് കിട്ടിയതെന്ന് നോക്കാം. ടോപ്പ് മീ എന്ന കമ്പനിയിൽ നിന്നാണ് ഫസ്റ്റ് തന്നെ എനിക്ക് കിട്ടിയത്. എന്താ കിട്ടിയതെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഉള്ളത് നമ്മുടെ സേമിയ തീമയാണ്. ഓക്കെ, ഇത് ടോമി എന്നുള്ള കമ്പനി. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പായസം ഏതാണെന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പായസം സേമിയാണ്. പിന്നെ പാൽപ്പായസം ഞാൻ കുടിക്കുന്നില്ല. പിന്നെ നമുക്ക് എന്താ ഉള്ളതെന്ന് നോക്കാം. ഇത് കണ്ടാൽ നിങ്ങൾ ചിരിച്ചു വിളിക്കാൻ ഞങ്ങൾക്ക് സിംഗു നേരിട്ട് തന്നാണ്. അപ്പോൾ തന്നെ ഞങ്ങൾ തോന്നി ഞങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് കവറിട്ടാണ് എലൈറ്റ് എന്ന കമ്പനിയിൽ നിന്നാണ്. പിന്നെ ഉള്ളത് നമ്മുടെ ചിക്കൻ മസാലയാണ്. കോഴിയൊക്കെ കാണുന്നുണ്ട്. അപ്പം നമുക്കിപ്പം മുഴുവൻ ഇത് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങളോട് ഒരു കാര്യം പറയാൻ പറഞ്ഞു. നിങ്ങളെ കൊച്ചു ടി വിയിൽ ഇത് ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കണേ. പിന്നെ ഉള്ളതും സേമിയത്തിൻ്റെയാണ്. ടോമി എന്നുള്ള കമ്പനിയിൽ തന്നെയാണ്. പിന്നെടാ ഇത് ഓക്കേ, തീർന്നിട്ടില്ല. ഒരു ഗിഫ്റ്റ്സ് കൂടി ഉണ്ട്. അത് നമുക്ക് എന്താണെന്ന് കണ്ടേ പിടിക്കാം. ഓക്കെ അല്ലേ? ഇപ്പൊ ടോമി എന്നുള്ള കമ്പനിയിൽ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കാരക്കുണ്ടെങ്കിൽ എന്നൊന്നും അറിയിക്കണേ. കാരണം എനിക്ക് അത്രയും ബോധ്യമായിട്ടുണ്ട്. ഇനി നമുക്കുള്ളത് ടോമിയാണ്. ഇപ്പോൾ ടോമി എന്നുള്ള കമ്പനിയിൽ എന്താണെന്നൊന്നും അറിയില്ല. ഇത് കണ്ടിട്ട് തോന്നുന്നൊരു പെട്ടിയാണ്. ഇതിൻ്റെ ഉള്ളിൽ എനിക്ക് തോന്നുന്നു കനമുള്ള നല്ല കനമുണ്ട്. പെർഫ്യൂമാണെന്നാണ് തോന്നുന്നത്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. മേക്ക് യുവർ ഓൺ പെർഫ്യൂം. ഓക്കെ, ഞാൻ ഊഹിച്ചത് സത്യം. നമുക്ക് നോക്കാം. സൂപ്പർ സ്പ്രേ. കമ്പനീൻ്റെ പേര് ഇവിടെ എഴുതിയിട്ടുണ്ട്. സൂപ്പർ. ഇനി ഞാൻ എൻ്റെത് കൊണ്ട് അമ്മ എങ്ങനെയാ പായസം വെക്കുന്നതെന്ന് കാണിച്ചു തരാം. എൻ്റെ അനിയനാണ് ഇതൊക്കെ കൊണ്ടുവന്നിരുന്നത്. അപ്പം എൻ്റെ അമ്മ എങ്ങനെയാണ് സേമിയത്തിൻ്റെ ഇത് കൊണ്ട് പായസം ഉണ്ടാക്കുന്നതെന്നും കൂടി കണ്ടിട്ട് പോണേ കൂട്ടുകാരെ. ഓക്കെ അല്ലേ? നമുക്കത് കണ്ടാലോ? ഇപ്പോൾ ഗൈസ്, എൻ്റെ അമ്മ പായസം ഉണ്ടാക്കുകയാണ്. നല്ല മണമുണ്ട്. എനിക്ക് വളരെ ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, എൻ്റെ അമ്മ എനിക്ക് ഇഷ്ടപ്പെട്ട സേമിയ പായസം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അമ്മയ്ക്ക് നമ്മൾ വീഡിയോ എടുക്കുന്ന സമയം കൊണ്ട് അമ്മ ഇത് റെഡിയാക്കി തന്നിട്ടുണ്ട്. കാണുന്നില്ലേ? കാണിച്ചു തരേ. കണ്ടോ? നല്ല രുചിയോടുണ്ടായി. നല്ല നൈസായി. ആ പൊട്ടിയതാണ് എന്നെ കൊണ്ട്. മറ്റേതാണ് നമ്മൾ മുറിച്ചിട്ട് ഇടണ്ടേ. അതുകൊണ്ട് നമുക്ക് ഈസി പണി കഴിക്കാം. അമ്പലത്തിലെ സേമിയ പായസമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. നമുക്ക് ടേസ്റ്റ് നോക്കാം. ഒന്ന് ചൂടാണിയിട്ട് ഞാൻ ഫാൻ എടുക്കാം ഗൈസ്. അപ്പോൾ ഗൈസ്, ഇതുകൊണ്ടാണ് ഉണ്ടാക്കിയത്. അതിൻ്റെ പാക്ക് ഇതാ. ടോമി എന്നുള്ള കമ്പനി ഇതാ. റോസ്റ്റഡ് തിൻ വെർമിക്കലി എന്നാണ്, എക്സലി എന്നാണ് ഈ കമ്പനിയുടെ പേര്. സോറി ഗൈസ്, ഇംഗ്ലീഷ് അറിയാം. ഇംഗ്ലീഷ് അറിയാട്ടോ. പക്ഷേ ചിലതൊന്നും കണ്ടെത്തിച്ച്. റോസ്റ്റഡ് തിൻ വെർമിസെലി എന്ന കമ്പനിയിൽ നിന്നാണ്.
അപ്പൊ എല്ലാരും കമ്പനി കയറിയിട്ട് ഇത് വാങ്ങണേ. ഓക്കെ, ടോമിന്നുള്ള കമ്പനിയിലാട്ടോ ഇത് കിട്ടുക. ഇത് കൊണ്ടാണ് നമ്മുടെ ഈ സേമിയ പായസം നിർമ്മിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. മണം അടിച്ചപ്പോഴേ എനിക്ക് തോന്നി. ടേസ്റ്റ് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഓക്കെ, കണ്ടോളൂ. വേണോ ഗൈസ്? എനിക്ക് പേടിയുണ്ട്. സൂപ്പർ. നമുക്ക് വേണം ഗൈസ്. നല്ല ചൂട്. ഓക്കെ ഗൈസ്, അപ്പം നിങ്ങൾ മറക്കരുത് ഈ ടോമിന്നുള്ള കമ്പനി കയറി ഈ സേമിയ പായസം വാങ്ങാണ്. ഇതിനേക്കാട്ടും സിമ്പിള്, പക്ഷെ ഇതൊന്നും തമ്മിൽ വ്യത്യാസമില്ല. പക്ഷേ ഇതിനേക്കാട്ടും നല്ലതാണ്. ഇത് മുറിച്ചിട്ടിട്ടാണ് ഉണ്ടാവുക. ഇത് ഇങ്ങനെ ഉണ്ടാവുക, മറ്റേത് നമ്മൾ തന്നെ മുറിക്കണം. ഓക്കെ ഗൈസ്, അപ്പം എല്ലാ